ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ അമ്മയും മോനും കൂടെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ. അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു വിശേഷമൊക്കെ നടക്കാൻ പോവാണ് നാളെ. അപ്പം നമ്മളത് കൂടാൻ വേണ്ടിയിട്ട് പോവാണേ. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാത്രിയായി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അവിടെ വന്നപ്പോഴത്തേക്കും ഇതാ രാത്രിയത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പപ്പടമൊക്കെ പൊരിക്കാണ് കേട്ടോ, അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതാ എന്താ പരിപാടി എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ മടുത്തു പോയി ഞാനും എൻ്റെ മോനും. ഇവിടേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, കൂരാടാണ് മാമൻ്റെ വീട്. അപ്പോൾ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. വിരുന്നുകാർ കുറേ പേര് കോങ്ങാടുന്നും പാലക്കാടുന്നും അങ്ങനെ കുറേ പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഒരുപാട് വൈകി 6 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് എൻ്റെ മാമൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട്. എല്ലാവരും കണ്ട സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഓരോ വർത്തമാനങ്ങൾ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കൊങ്ങാടും എന്താ മോങ്ങത്തൊക്കെയുള്ള അമ്മായിയുടെയും മാമൻ്റെ ഒക്കെ മക്കളാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ യൂട്യൂബർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഇതാ ഭക്ഷണത്തിനൊക്കെ ഉള്ള സമയമായി. അപ്പോൾ ഇതാ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും മടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഭയങ്കര ഇരുട്ടുമായിരുന്നു. നമ്മുടെ വീഡിയോ ഒന്നും നമുക്ക് അങ്ങനെ കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതെല്ലാവരും ഓരോരുത്തർ പപ്പടമൊക്കെ വെച്ച് മുഖം മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു. ജലദോഷമൊക്കെ മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഞാനും അമ്മായിയും പിന്നെ ഇത് ചെറിയമ്മയാണ്. ചെറിയമ്മയും കൂടിയാണ് കേട്ടോ ലാസ്റ്റ് ഇരുന്നത്. അപ്പോൾ നല്ല മോരുകറിയും പാർട്സും ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അതും പപ്പടവും ഉപ്പേരിയും പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും ശരി, അമ്മ വയ്ക്കുന്നതാണെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും നമ്മൾ താമസിക്കാനൊക്കെ പോകുമല്ലോ, അപ്പോൾ അവിടെ വെച്ച് അവർ വെച്ച കറിയും ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എൻ്റെ അമ്മയെ ഞാൻ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് കഴിച്ചത്. അതുമല്ല നമ്മുടെ പാർട്സ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് കേട്ടോ വെച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പാർട്സിനെക്കാളും ടേസ്റ്റായി ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനായിരുന്നു ശരിക്കും അവിടെ അടിപൊളി ഉണ്ടായിരുന്നത്. പിന്നെ ഇത് പിറ്റേന്ന് രാവിലെയുള്ള കലാപരിപാടിയാണ് കേട്ടോ. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കൽ രാവിലെ ഒരു 2 മണിക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ അമ്മയും അമ്മായും കൂടിയാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വരുന്നവർക്കൊക്കെ ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം. ബേക്കറി അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പമാണ് കേട്ടോ എല്ലാവർക്കും ചായക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. റെഡി ആയിട്ട് വന്നതൊക്കെ ചെറിയമ്മ ഒരു പുതിയ കലത്തിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ അന്ന് നിങ്ങൾക്ക് എൻ്റെ വിഷുവിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അതിലുണ്ട് ഞാൻ ഉണ്ണിയപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ട്രിക്ക്. അത് ഒരൊറ്റ ഉണ്ണിയപ്പച്ചട്ടി മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി തീരുകയും ചെയ്താൽ ഇത്ര പെട്ടെന്ന് ഇത്ര ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാവരും ജഗപൊക പണിയിലാണ്. നമുക്ക് ഒരു ചേട്ടനുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഇത് അല്ല വേണുചേട്ടനാണ് നമുക്ക് സ്ഥിരമായിട്ട് വരിക. ഇത് ഹെൽപ്പിന് കൂടെ വന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വേണുചേട്ടൻ. നമ്മുടെ എല്ലാ പരിപാടിക്കും ബർത്ത്ഡേ ആണെങ്കിലും കല്യാണമാണെങ്കിലും എന്ത് പരിപാടിയാണ് ആയിക്കോട്ടെ ഈ ചേട്ടനാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് വരാറുള്ളത്. നമുക്കിന്ന് എന്തായാലും ചിക്കൻ കടായും നെയ്ച്ചോറും ആണ് കേട്ടോ. പിന്നെ സാദാ ചോറ് സദ്യ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ കടായി ഉണ്ടാക്കാനുള്ള ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുത്തരച്ച് കൊടുക്കണം, ഉപ്പേരിക്കുള്ളത് ചിരകി കൊടുക്കണം, അങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. കടായിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി കൊടുക്കണം അങ്ങനെ. പിന്നെ ഇതെല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരൊക്കെ നേരത്തെ പുഴയിൽ പോയി കുളിച്ചിട്ട് വന്നു. രാവിലെ ഉണ്ടാക്കിയത് പുട്ടും പിന്നെ പപ്പടവും പിന്നെ ചിക്കൻ്റെ പാർട്സും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. പക്ഷേ ഒരു കാര്യം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ചായ കുടിച്ചിട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ പുഴയിൽ പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിട്ടോ. പക്ഷെ ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും പാർട്സ് പോയിട്ട് അതിൻ്റെ ഒരു ചട്ടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം തൂത്ത് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോഴത്തേക്കും. ഇത് എൻ്റെ ചെറിയമ്മേൻ്റെ മോളാണ് കേട്ടോ. അമ്പിളിക്കുട്ടി എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ആരോടൊക്കെയോ വഴി കാണുന്ന അവരോടൊക്കെയോ കഥയും പറഞ്ഞ് വർത്താനം പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി വീഡിയോയിൽ. നല്ല റബ്ബറിൻ്റെ തോട്ടാണ്. അതിൻ്റെ നടുക്ക് കൂടെ വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് ഒരുങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ വരിക. അമ്പിളിക്കുട്ടീൻ്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട്. അമ്പിളിക്കുട്ടി നേരെ ഫ്രണ്ടിൽ പോയിട്ടോ. സമയം എനിക്ക് തോന്നുന്നു ഒരു 7:30 8 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു ഞങ്ങൾ പുഴയിലേക്ക് പോകുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ പുഴയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പുഴ. ഞങ്ങൾ മുങ്ങി കുളിക്കുന്നൊക്കെ പുഴ കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിച്ച് മാറി റെഡിയായി. ഇതാണ് ഞങ്ങളുടെ കല്യാണപ്പെണ്ണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ മാമൻ്റെ മോളാണ്, മായമോള് എന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വിളിക്കുക.
മായ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അതാ ഞാനും ഉണ്ട്, നാത്തൂനുണ്ട്, ഇതെൻ്റെ നാത്തൂനാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ചെറിയമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ പേരുണ്ട് അവളെ ഒരുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ മുടിയൊക്കെ കിട്ടുകയാണ്. കുറേ ദിവസമായി മുടിയൊക്കെ ചീവിയിട്ട് നല്ല ചെടയൊക്കെ ഉണ്ടായിരുന്നു മുടിയിൽ. 10-16 ദിവസം പുറത്തിറങ്ങാണ്ട് റൂമിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും കൂടെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക്. അപ്പോൾ അതാണ് പ്രായപൂർത്തി കല്യാണം എന്ന് പറയും, വയസ്സറിയിക്കൽ കല്യാണം, അല്ലെങ്കിൽ ഋതുമതി കല്യാണം, അങ്ങനെയൊക്കെ പല പേരുകളുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇതാ എങ്ങനെയാണ് പറയുക, ഞങ്ങളുടെ ഭാഷയിൽ പറയാ സമർത്ഥം പെണ്ഡിലി എന്നാണ് കേട്ടോ. പെണ്ഡിലി എന്ന് പറഞ്ഞാൽ കല്യാണമാണ്. അപ്പോൾ സമർത്ഥം പെണ്ഡിലി എന്ന് പറഞ്ഞാൽ വയസ്സറിയിച്ച കല്യാണം എന്നാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഇതിങ്ങനെ ചടങ്ങായിട്ട് ഇപ്പോൾ നടത്തുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ആൾക്കാർ നടത്താറുണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണ് ഈ കാര്യം പുറത്ത് പറയാനൊക്കെ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ അവളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നാണോ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത് ആ ദിവസം മുതൽ തന്നെ ഞങ്ങളുടെ ഒരു ചിട്ടയായ രീതിയും കാര്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുതൽ തന്നെ നമ്മൾ വീടിനകത്ത് അല്ലെങ്കിൽ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു മുറിയിലോ അങ്ങനെയൊക്കെ ഒരു 16 ദിവസം ആരും കാണാതെയൊക്കെ ഇരിക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും എണീക്കുന്നതിന് മുന്നേ പുലർച്ചെ രാവിലെ പുഴയിൽ വന്നിട്ട് മുങ്ങി കുളിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ, സിന്ദൂരം വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങ് പോലെയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നെറുകന്തലയിൽ നിന്ന് മുതൽ താഴെ വരെ നല്ല രീതിയിൽ തന്നെ സിന്ദൂരം നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത നിർബന്ധമായിട്ട് ചെയ്യുന്ന ചടങ്ങുകളാണ് കേട്ടോ. അവളാണെങ്കിൽ ചെറിയ കുട്ടിയാണ്, 9ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. കാണാനും അവൾ അത്രയേ ഉള്ളൂ, മെലിഞ്ഞിട്ട് അധികം എന്തെങ്കിലും പറഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര എന്താണ്, നമുക്കെല്ലാം ഒരു കുഞ്ഞു മോളാണ് അവൾ. ശരിക്കും പറഞ്ഞാൽ അവളൊക്കെ ഇങ്ങനെ വലിയ കുട്ടിയായി എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഞെട്ടലും എന്താ പറയണ്ടേ, അതിനുപരി ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുമ്പാര സമുദായക്കാരുടെ ഇടയിൽ ഇത്രയും എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നടത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കേട്ടോ ഇത്. അത്രയ്ക്കും ആഘോഷമായിട്ട് എന്താ പറയുക, കുടുംബക്കാരെയും വീട്ടുകാരെയും എല്ലാവരെയും ക്ഷണിച്ച് അത്രയും നല്ല രീതിയിൽ തന്നെ കഴിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഇത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആദ്യമായിട്ട് പീരീഡ്സ് ആവുകയാണെങ്കിലൊക്കെ ഒരു നാട്ടുകാരും അറിയില്ല, എന്തിനും ഒരു പൂച്ച പോലും അറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിലൊക്കെ എന്നൊക്കെ വെച്ചാൽ ഇത് ഞങ്ങൾ ഗംഭീരമായിട്ട് നല്ല ചടങ്ങായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അറിയും കേട്ടോ. എല്ലാവരെയും അറിയിച്ച്, നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അറിയും. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ ചെറുപ്പത്തിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ 10-16 ദിവസവും ഈ എണ്ണയും മഞ്ഞളൊക്കെ തേച്ച് കുളിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 16ാമത്തെ ദിവസം കുളിച്ച് കയറി ഈ സ്കൂളിലേക്ക് പോകുമ്പോണ്ടല്ലോ, അയ്യോ ഇതൊന്നും പോയിട്ടുണ്ടാവില്ല കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ശ്രദ്ധിക്കും കേട്ടോ. അറിയുന്നവരൊക്കെ മിണ്ടാണ്ടിരിക്കും, പക്ഷെ അറിയാത്തവർക്കൊക്കെ നമുക്ക് ഭയങ്കര മടിയായിരുന്നു സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. എന്ന് മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ ഒരുങ്ങുന്നതോ ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നതോ ഒന്നും ഇഷ്ടമല്ല അവൾക്ക്. എന്താ വള പോലും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊന്നും വേണ്ട, വള വേണ്ട, കണ്ണെഴുതണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളയൊക്കെ പിന്നെ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ പ്രായത്തിനനുസരിച്ചുള്ളൊരു കളിയല്ല, അവൾക്കൊരു ചെറിയ മോളാണ് അവൾ. പിന്നെ ഇപ്പോഴൊക്കെയല്ലേ ഒരുങ്ങാൻ പറ്റുള്ളൂ. ഈ ഒരു ഒരുക്കം കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിനൊക്കെയല്ലേ നമ്മൾ ഇതുപോലെയൊക്കെ ഒരുങ്ങുള്ളൂ. അങ്ങനെ അവളോട് ഒരുവിധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ. പിന്നെ ഈ കവിളത്തൊരു കറുത്ത പുള്ളിയും ചുണ്ടിൻ്റെ താഴെ ഒരു കറുത്ത പുള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ആണ് അതൊക്കെ ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തിട്ടോ ഞങ്ങൾ. അത് മായ്ക്കണം മായ്ക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് മായ്ക്കാൻ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ചെറിയൊരു സങ്കടവും കരച്ചിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ വിഷയമൊക്കെ മാറ്റിയിട്ടോ. മായ്ച്ചാലോ മായ്ച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ പറഞ്ഞത് കുളിച്ച് കയറി നമ്മൾ വീടിൻ്റെ അകത്തേക്കൊക്കെ കയറിയതിന് ശേഷം നമുക്കത് മായ്ച്ചു കൊടുക്കാം, അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതിന് ശേഷം ഇത് കണ്ടോ, ഒരു ചന്ദനം വെക്കാൻ പറ്റില്ല, നമുക്ക് ചന്ദനം വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നമ്മൾ പൗഡർ നനച്ചിട്ടാണ് ഈ ഒരു വെള്ള കളറിൽ 3 കുറി കണ്ടില്ലേ, ഇതുപോലെ 3 ചന്ദനക്കുറി പോലെ വെച്ച് കൊടുക്കണം. അവളിങ്ങനെ ചോദിക്കുന്നുണ്ട് രസമുണ്ടോ രസമുണ്ടോ രസമുണ്ടോ, ഇത് മായ്ക്കട്ടെ, അയ്യേ കൊള്ളില്ല, അയ്യേ അയ്യേ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങൾ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മായ്ക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വീട്ടിൽ കയറിയതിന് ശേഷം ഇതൊക്കെ മായ്ക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കുളിച്ച് കഴിഞ്ഞ് ഒരുങ്ങി പുഴയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ചടങ്ങ്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ വയസ്സായ അമ്മമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു ഇതിങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിധം സമ്മതിപ്പിച്ചെടുത്തതാണ്. പിന്നെ മുല്ലപ്പൂവൊക്കെ വന്ന് അങ്ങനെ നിറയെ മുല്ലപ്പൂവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൂവ് നല്ല രീതിയിലൊക്കെ എല്ലാവരും കൂടെ പൂവൊക്കെ നന്നായിട്ട് വെച്ച് കൊടുത്തു, നന്നായിട്ട് ഒരുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഡ്രസ്സ് ധാവണി സെറ്റൊക്കെ റെഡിമെയ്ഡ് തന്നെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ മായമോൾ ഒരുങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും അവിടെ നിന്ന് ഒരുങ്ങി കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഒരുങ്ങി. ഇതാണ് ഞങ്ങളുടെ പാട്ട് സംഘം. ഇവരാണ് നമ്മൾ പുഴയിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പാട്ടൊക്കെ പാടുന്നത് ഇവരാണ്. വയസ്സായവരാണ് കേട്ടോ പാട്ട് പാടുക. നമുക്കൊന്നും ഈ പാട്ട് അറിയില്ല, അവർക്ക് ഈ പാട്ടൊക്കെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ മായമോളെയും കൂട്ടിയിട്ട് പുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഞാൻ ഈ പുഴേനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ച് പുലർച്ചെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നിങ്ങൾക്കൊരു കാര്യം കേൾപ്പിച്ചു തരാം. കാര്യമല്ല, കഥ. എൻ്റെ മുന്നേ കുറേ കഥയുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കേട്ടില്ല. ഈ പാട്ട് പാടിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതാ കണ്ടോ, കൊടയൊക്കെ ചൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കല്യാണപ്പെണ്ണിനൊക്കെ കൊണ്ടുപോകുന്നത്. പാട്ട് സംഘം പുറകെ ഉണ്ട്, അവർ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. ഭാഗ്യത്തിന് വീട്ടിലേക്ക് അധികം ദൂരം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നടന്നാൽ മതി. അപ്പോൾ നമ്മളും ഇത് അങ്ങനെ ഒരുങ്ങി സെറ്റൊക്കെ ആയിട്ടിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെരുപ്പിൻ്റെ പെട്ടിയാണ്. A to Z കല്യാണത്തിന് വാങ്ങുന്നത് പോലെ ഇതിനും നമ്മളെല്ലാം പുതിയ തന്നെ വാങ്ങണം. നമുക്ക് പാട്ടുകാരെയൊക്കെ ഫ്രണ്ടിലേക്ക് ആക്കാം. അപ്പൊ ഇതാ നമ്മൾ പാട്ടുകാരെയൊക്കെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഒരു അമ്മമ്മയാണ് കേട്ടോ നന്നായിട്ട് ഉറക്കെ പാടുന്നത്. അമ്മമ്മ എന്തായാലും ആള് നല്ല ഉഷാറാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്കും ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാനും ഈ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങളെ നാട്ടിലൊക്കെ വയനാട്ടിലൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നൊന്നും ആരുമില്ല. ഇങ്ങനെ ഒരു ചടങ്ങൊക്കെ കുളിച്ച് വരുന്ന പോലൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പാട്ട് പാടി വരുന്ന രീതിയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതൊന്നും ആർക്കും അറിയില്ല എന്ന്. അതുകൊണ്ടാണ് ഈ പാട്ട് പാടുന്ന സമ്പ്രദായമൊന്നും അവിടെ ഇല്ലാത്തത്. എന്തായാലും ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്കും. നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ലല്ലേ ഇതേപോലത്തെ പാട്ടൊക്കെ. ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഷയിലും കൂടി ഉള്ളതായതുകൊണ്ട് തന്നെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. എന്തായാലും കേൾക്കാൻ നല്ല രസമല്ലേ. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരാ പാടുക? ഞങ്ങൾക്കൊക്കെ ഇത് ഈ പാട്ട് ഇനിയിപ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ടേ പേപ്പറിൽ അങ്ങനെ എഴുതിയൊക്കെ വെക്കേണ്ടി വരും. എന്നാലേ പഠിച്ചിട്ടൊക്കെ പാടാനും പറ്റും. పట్నంగ పూలమ్మ పేశివో ఉరాలుగు వెలకెట్టి గుడి వద్దులయ్య ఏనుగులు వెలకెట్టి రెడిజామూలయ్య. ശരിക്കും പറഞ്ഞാൽ എനിക്കും പിന്നെ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പാട്ട് കേട്ടിട്ട്. ഇതാ നമ്മൾ നടന്ന് വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതാ അമ്മായി 2 പ്ലേറ്റിൽ 2 വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് മഞ്ഞളും നമ്മളെ ചുണ്ണാമ്പൂല്ലേ അത് കലക്കിയ വെള്ളവും, ഒന്ന് കരി കലക്കിയ വെള്ളമാണ് കേട്ടോ. ഇത് നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇത് രണ്ടും കലക്കിയിട്ട് നമ്മളെ കാലിലേക്ക് അങ്ങ് ഒഴിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാറ്. ഇതും ഒരു കല്യാണപ്പെണ്ണാണല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇതാ ക്ഷണിച്ചവരും അല്ലാത്തവരും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കോഴീനെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കോഴീനെ പിടിച്ച് നിൽക്കുന്നത് മാമനാണേ. 2 മാമന്മാരാണ് കേട്ടോ. ഇതാ ഇനി കലക്കി വെച്ച ഈ 2 വെള്ളം പിന്നെ 2 തിരിയും വേണം. 2 തിരിയും കൂടെ കത്തിച്ച് വെച്ചതിന് ശേഷം ഇത് നമ്മൾ കല്യാണപ്പെണ്ണിൻ്റെ കാലിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഉഴിഞ്ഞൊക്കെ എടുത്തതിന് ശേഷം കാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇതപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുന്നേ ചെറിയൊരു ചടങ്ങ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഗ്ലാസ്സിലുള്ളത് ചാണകവെള്ളമാണ്. ചാണകവെള്ളവും കുറച്ച് തുളസി ഇലയും കൂടെ നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞതിൻ്റെ നീരും കൂടെ 2ഉം കൂടെ മിക്സ് ആക്കിയിട്ട് അത് നമ്മുടെ കല്യാണപ്പെണ്ണിന് കുടിക്കാനായിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രസാദം വാങ്ങുന്ന പോലെ അത് വാങ്ങണം കേട്ടോ. ഭയങ്കര ചടപ്പായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളൊക്കെ ഇത് കുടിച്ചിട്ടുണ്ട്. കുടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ നിന്ന് എങ്ങനെ പ്രസാദം തരിക അതുപോലെ ജസ്റ്റ് ഒന്ന് വായിലാക്കിയതിന് ശേഷം പിന്നെ തലയിലേക്ക് കൂടെ എങ്ങനെ ചെയ്യുക. അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചടങ്ങ് പൂർത്തിയാവുള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് അവർ ചെയ്ത് കാണിക്കുന്നത് കണ്ടോ. അങ്ങനെ ചെയ്യുന്നത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതാ ആ കലക്കി വെച്ചിട്ടുള്ള വെള്ളം നമ്മളെ മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കലക്കിണെങ്കിൽ നല്ല റെഡ് കളറായിട്ടില്ലേ, അതങ്ങനെ ഒഴിച്ച് ആ തിരി അവിടെ ആ വെള്ളത്തിൽ അങ്ങനെ കുത്തി അണയ്ക്കാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതാ കരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് മനോഹരമായ ആചാരങ്ങൾ എന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇതിൽ
വരുന്നത്. അവൾക്ക് വായിക്ക് എന്തൊക്കെയോ ചൊയയുണ്ടെന്ന് തോന്നുന്നു. അവൾ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ പ്ലേറ്റ് അവിടെ കമഴ്ത്തി തന്നെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറിയൊരു ചടങ്ങും കൂടെ ഉണ്ട്. ഒരു തോർത്തുമുണ്ട് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുതച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരു കോഴീൻ്റെ കുറച്ചൊരു രക്തം കൊണ്ട് ചെറിയൊരു പൊട്ടും കൂടെ അവളുടെ നെറ്റിയിൽ വെച്ച് കൊടുക്കണം. അതും കൂടെ ഉള്ളൊരു ചടങ്ങും കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു നാടൻ കോഴിയാണ് ഇത്. അപ്പോൾ കോഴീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാ ചെറിയൊരു പൊട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക്. അപ്പോൾ അതാ പൊട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ കോഴീനെ നമ്മൾ ജസ്റ്റ് നമ്മളെ വീടിൻ്റെ ഉമ്മറത്തല്ല എന്താണ് പുറത്ത് ഷീറ്റിൻ്റെ മുകളിലുണ്ടല്ലോ അവിടെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് ചാവും. അത് ചത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് എടുക്കും. പിന്നെ അതിനെ നമ്മൾ നന്നായിട്ട് കറി വെച്ച് കഴിക്കും. അതാണ് ഒരു ചടങ്ങ്. അങ്ങനെ ഇതാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ കല്യാണപ്പെണ്ണ് വീടിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ. എല്ലാം കഴിഞ്ഞു. 10-16 ദിവസത്തെ പുറത്തുള്ള വാസം കഴിഞ്ഞതാ കുട്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോഴാണ് അവൾക്കൊന്ന് ശ്വാസം നേരെ വീണത്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ദിവസം പുറത്തായിരുന്നു. ഒന്നും തൊടാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല, അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇതാ നമ്മളും അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്കൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും സ്പൂണിൽ കോരി കൊടുക്കാൻ മാത്രം, അത്രയ്ക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മളെ അരി ഉണ്ടല്ലോ, പുഴുക്കലരിയോ എന്തോ അരിയായിരുന്നു, നെല്ലൂത്തി എന്തോ ഒരു അരിയായിരുന്നു കേട്ടോ. എനിക്ക് മറന്നു പോയി എന്താ സംഭവം എന്ന്. അതും വെല്ലവും നെയ്യിൽ അണ്ടിപ്പരിപ്പും ഇതൊക്കെ വറുത്തിട്ടിട്ട് പായസം, തേങ്ങയൊന്നുമില്ല, പക്ഷേ എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നമ്മേ. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടൂലേ, ഒരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുട്ടും കുറച്ച് പാർട്സും പപ്പടം എല്ലാം കൂടി എടുത്തിട്ട് കഴിച്ചു. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വെച്ച പാർട്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ പാർട്സ് ഉണ്ടായിരുന്നു. അത് പിന്നെയും കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ പുഴയിൽ പോയിട്ട് ചായ കുടിക്കാത്തവരെല്ലാവരും കൂടെ പിന്നെ വന്നിട്ടാണ് കുടിച്ചത്. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും പിന്നെ ഉണ്ണിയപ്പവും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ണിയപ്പമൊക്കെ എടുത്തിട്ടാണ് പിന്നെയും ചായ കുടിച്ച് ഒന്നും കൂടെ. പിന്നെ ഇതെല്ലാവരും നമ്മളെ കുട്ടികളാണ് കേട്ടോ. പിന്നെ മായമോള് കണ്ടോ, വന്ന് കയറിയപ്പോൾ തന്നെ പൊട്ടും കുത്തും കുറിയൊക്കെ മായ്ച്ച് കളഞ്ഞിട്ടാണ് അവൾക്കൊന്ന് സമാധാനമായത്. ഡ്രസ്സ് മാറ്റട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നവർക്കൊക്കെ കാണണ്ടേന്ന് വിചാരിച്ച് വേണ്ട, ചീത്ത പറഞ്ഞിട്ടാണ് അങ്ങനെ തന്നെ നിന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഫുഡ് കഴിക്കേണ്ട സമയമായി. ഈ ബ്രൗൺ ഷർട്ടിട്ടുള്ളത് എൻ്റെ ചെറിയമ്മേൻ്റെ മരുമോനാണ് കേട്ടോ. ഓള് വന്നിട്ടില്ല, ഓളിപ്പോൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. 7 മാസമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഓള് വന്നിട്ടില്ല, ഏട്ടൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളൊക്കെ പിന്നെ ലാസ്റ്റാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ എല്ലാവരും വന്നവരൊക്കെ വേഗം കഴിക്കാൻ എന്തായാലും ഒരു നേരത്തെ തന്നെ വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്കും വിളമ്പിയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ ഫുള്ള് തിരക്കാണ്, ബിസി ആയതുകൊണ്ട് തന്നെ ഞാനും മോനും വന്നു വടകരയിൽ നിന്ന്. പിന്നെ അമ്മയും നാത്തൂനും നാത്തൂൻ്റെ ഭർത്താവും എല്ലാവരും, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ കുടുംബക്കാരും ഒക്കെ അയൽവാസികളും അങ്ങനെയൊക്കെ ഉള്ളവരാണ് കേട്ടോ. പിന്നെ ഇത് ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന എൻ്റെ നാത്തൂൻ്റെ ഭർത്താവാണ് കേട്ടോ. പിന്നെ ഇത് അമ്മായി, ഈ അമ്മായിയുടെ മോളുടെ ആണ് ഇന്ന് കല്യാണം ഉണ്ടായിരുന്നത്. പിന്നെ ഇത് അമ്പിളിക്കുട്ടി. എല്ലാവരും ഫുഡ് കഴിക്കാണ്ട്, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടല്ലോ, എല്ലാവരും നേരത്തെ കഴിച്ചു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കുറേ പേരൊക്കെ മുഖം കുനിച്ച് നിൽക്കുന്നു, അത് വേറെ. പിന്നെ എൻ്റെ 2 ക്രൈം പാർട്ട്നേഴ്സ് എന്നെ ചതിച്ചിട്ട് അവർ വേഗത്തിലിരുന്നു കേട്ടോ, എന്നെ കൂട്ടാണ്ട് തന്നെ. പക്ഷെ അവർക്ക് പോകണമായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ലല്ലോ, ഞാൻ നാളെയല്ലേ പോകുന്നുള്ളൂ. പക്ഷെ അവർ രാവിലെ വന്നതാണ് കേട്ടോ, അവർക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് അവർ വേഗം കഴിച്ചതാണ്. പിന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഇരുന്നത്. പിന്നെ അച്ചമ്മയ്ക്കൊക്കെ വിളമ്പി കൊടുത്തു. അങ്ങനെ അവസാനം ഞാനിരുന്നു കേട്ടോ. ഞാനും ചെറിയമ്മയും അപ്പൂസും ഉണ്ണിക്കുട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. അങ്ങനെ നെയ്ച്ചോറിട്ടു. അതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ നെയ്ച്ചോറിട്ടു. അതിന് ശേഷം പിന്നെ കുറച്ചും കൂടെ കടായി ഇട്ടു. അങ്ങനെ സല്ലാസ്, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്, ശരിക്കും പറഞ്ഞാൽ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറിലുണ്ടല്ലോ ക്യാരറ്റ്, ക്യാപ്സിക്കം, പട്ടാണി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ കടായി വേണ്ട, ആ നെയ്ച്ചോറ് മാത്രം മതി, നമുക്ക് അങ്ങനെ വാരി കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ്. ചൂടായിരുന്നു, വിയർത്ത് ഒലിച്ച് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചൂടുകൊണ്ട് ഫുഡ് കിട്ടിയാൽ പിന്നെ ഞാൻ മെല്ലെ കഴിക്കുള്ളൂ, ആസ്വദിച്ച് മെല്ലെ കഴിക്കുള്ളൂ കേട്ടോ.
പിന്നെ ഇത് ഞാൻ നെയ്ച്ചോറ് മാത്രമല്ല കേട്ടോ കഴിച്ചത്, ഞാൻ സദ്യയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണുന്നില്ല. ചോറ്, സാമ്പാർ, ഉപ്പേരി, അവിയൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഇതാ ചോറൊക്കെ കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ കുറേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉറങ്ങുന്നവരൊക്കെ ഉറങ്ങി. രാവിലെ നേരത്തെ പുലർച്ചെ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കുറേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നാട്ടിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കഥകളും കുറേ നേരം അങ്ങനെ പറഞ്ഞു തീർത്തു. പിന്നെ ഇതാ ഒരു വത്തക്ക കൊണ്ടത് കുറേ ബേക്കറിയും ഫ്രൂട്ട്സും അതും ഇതും മുട്ടയും പഴവും കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. എല്ലാം കുട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരിക. പക്ഷെ നമ്മൾ വിരുന്നുകാർ വരുന്ന സമയത്ത് എല്ലാം നമ്മളാണ് കേട്ടോ കഴിച്ച് തീർക്കുക. കല്യാണം പോലെ തന്നെ എല്ലാവരും സ്വർണ്ണവും ഡ്രസ്സും പൈസയൊക്കെയാണ് കൊടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂക്കോട്ടുപാറ ടൗണിലൊക്കെ പോയിട്ട് ലൈബയിൽ പോയിട്ട് ഇത് അവർക്കൊരു ബാഗി ജീൻസും 2 ക്രോപ്പ് ടോപ്പും അങ്ങനെയൊക്കെ ഒരു ഷർട്ടും ഒക്കെയാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. ചേട്ടൻ പറഞ്ഞു അവൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത് അത് വാങ്ങിക്കൊടുത്താൽ മതിയെന്ന്. പിന്നെ അവൾക്ക് പിന്നെ ഫുഡ് ഷവർമയും പഫ്സും അങ്ങനത്തെ അവൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട ഫുഡും അങ്ങനെ അതും കൂടെ വാങ്ങിക്കൊടുത്താണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അവൾ എന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ചി ചേച്ചി വീട്ടിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫോൺ എടുക്കാണ്ട് വന്നാൽ മതി, വീഡിയോ എടുക്കേണ്ട എൻ്റെ മുഖവും കാണിക്കരുത്. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ മുഖം കാണിച്ചോട്ടെ എന്ന്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്, ഇവരെ നിങ്ങൾക്കറിയാം, അശ്വതി, അർച്ചന. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റ.